അപ്പം നമ്മളിന്ന് മസനഗുഡി ഒക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ലീവ് ദിവസമല്ലേ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ലീവാണ്. അപ്പോൾ അതിലും ചെറിയ കണ്ട് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് ഒന്ന് ചുറ്റിയിട്ട് അവിടേക്കൊന്ന് നമുക്ക് പോകുന്നതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഓക്കെ, അതിൽ റെഡി ആയിക്കണ്, എല്ലാവരും റെഡിയായി. അങ്ങനെ നമ്മളെ അടുത്ത് കൂടെ ഉള്ള റോട്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ പോകണം. ഇതിലങ്ങോട്ട് കയറിയാൽ നമുക്ക് മൈസൂർ റോട്ടിക്ക് കയറാം. മതി മതി ചെറിയുണ്ട്, നമ്മളെ അതിലുണ്ട്, അതിലെ എല്ലാവരും ഉണ്ട്. തോർപ്പള്ളി എത്താനാ ചേച്ചി? നമ്മൾ തോർപ്പള്ളി എത്തിട്ടോ. തോർപ്പള്ളി ടൗണിലാണ്. ഈ നല്ല ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നലെ ഇന്നൊക്കെ ലീവല്ലേ, പൂജ ഹോളിഡേ ആണ് ഇന്നലെ. അപ്പോൾ ഇന്ന് മൈസൂരൊക്കെ നല്ല തിരക്കാണെന്നാണ് പറഞ്ഞത്. ആരാ ചെറി? ആ നമ്മളെ പ്രവീണിൻ്റെ അല്ലേ? കുഞ്ഞെ ശരിക്കിരിക്ക് കുഞ്ഞെ. അതാ മാനുണ്ടല്ലേ ആ ഭാഗത്ത്. ശരി, ഇനി ഈ ഭാഗത്ത് കാണപ്പെടുക്കാം. നല്ല വലിയ 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 മാനുകളുണ്ടാവും. ഇത് മൊത്തം നമ്മളെ തേക്ക് മരങ്ങളല്ലേ. എല്ലാരും ഊട്ടി ആ ഭാഗത്ത് കേൾക്കാനല്ലേ. ഞമ്മളങ്ങോട്ട് കർണാടകയ്ക്കും കർണാടകക്കാര് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടുകാര് കർണാടകയ്ക്കും കണ്ടിട്ട് പോണത്. എവിടെ ശരി മാനിന്റെ കൂട്ടം. എത്ര കാനാണോ ഇതെന്താണ്? നീ മോളെ നോക്ക്. അതോ എത്ര കാനാണോ മാന്. നല്ല ഇതിന്റെ പേരോ? ആ ചെറിയ പുള്ളിമാനല്ലേ, നിറയെ പുള്ളി ഉണ്ടല്ലോ. ഇത് പുള്ളിമാനാണ്. അത് നിറയെ ഉണ്ട് കേട്ടോ. ഭാഗത്തൊക്കെ ഫുള്ളാണ്. കൊമ്പുണ്ടതിന്, അതാണ്ടാ. തെപ്പക്കാട് അല്ലേ? തെപ്പക്കാട് എത്തിട്ടോ. ശരിക്കും തെപ്പം എന്ന് പറഞ്ഞ കുളം എന്നാണ്. ഇതിനെയാണ് ബേസ് ചെയ്ത് പേരുണ്ടാക്കി. തെപ്പം, തെപ്പക്കാട്. തെപ്പം എന്ന് പറഞ്ഞ കുളം. മോയാർ റിവർ, തെപ്പക്കാട്. ആ മോയാറുണ്ട്. ഇത് തമിഴില് മായാർ എന്ന് പറയുന്നു. മൈസൂർ എത്ര കിലോമീറ്റർ? തിരക്കാണ് കേട്ടോ, വണ്ടികളൊക്കെ നിറയുണ്ട്. ആ റോഡ് അങ്ങനെ ഒന്നും അങ്ങനെ കണക്ട് ആവില്ലേ? ഈ റോഡ് കൂടെ ഒരു പുഴ ഉണ്ട്. ആ റോഡ് കൂടെ നമ്മൾ ആദ്യത്തെ മസനഗുഡി റോഡാണ് അല്ലേ?
നരേന്ദ്രമോദി വരുമ്പോ അങ്ങനെയാണ് ഇതിലോട്ട് തിരിഞ്ഞു അപ്പട്ട റോഡാത് ഈ പുതിയ റോഡ് കള്ള ബിലീസിന് വേണ്ടി മാനുകള് നിറയുണ്ട് കേട്ടോ. ലീവായതുകൊണ്ട് എല്ലാവരും ടൂറിന് ഇറങ്ങിയേക്കല്ലേ ചെറിയ ഫുള്ള് തിരക്കാണ്. ട്രാഫിക് വണ്ടികളൊക്കെ ലൈനായിട്ടാണ് പോണത്. അങ്ങനെ നമ്മള് മസിനഗുഡി എത്തിയിട്ടാ. ഓ എന്തോരം തിരക്കാണ്. ഇവിടെയാണോ ചെറിയ ബാങ്ക്? ഇതൊക്കെ ബാങ്ക്. ഇത് വരെ ഈ ബോർഡർ ഉണ്ട്, അതിന്റെ മോള്, അതിന്റെ റേഷൻ കട എല്ലാം വെള്ളം ഇതെവിടെ. അതെപ്പെടുത്തില്ലേ അത് വണ്ടിയില്ല നമുക്ക് പോകാൻ പറ്റുമോ? ഓൻ അവിടെ അല്ലതാണ് ചെറിയ ഫുഡ് വാങ്ങാൻ പോയിട്ടോ, ചെറിയ അതിലും കൂടി. അപ്പം അവിടെ നിൽക്കുന്നുണ്ട് മസ്നഗുഡി ടൗണിലാണ് ഞങ്ങൾ. ഉച്ചയായി ഇവിടെ എത്തിയപ്പോഴേക്കിന് 11:30 വന്നതാണ്. കാരണം ഭയങ്കര ട്രാഫിക് ജാം, അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലാണ് വണ്ടി പോയത്. അതുകൊണ്ടല്ലേ നീലഗിരി. ഞാൻ വീഡിയോ എടുക്കല്ലേ. ബിരിയാണി അടിപൊളിയാ അവിടുത്തെ. കഴിച്ചിനോ? റെസ്റ്റ് ഹൗസ്. ഇങ്ങനത്തെ ഷോപ്പൊക്കെ ഇതാണ് കേട്ടോ മായാറ് പോകുന്ന വഴി. മസനഗുഡി മായാറ് മസനഗുഡി വഴി മായാറിലേക്കുള്ള ട്രിപ്പാണ്. അതെ, പിക്നിക് എന്ന് പറഞ്ഞ ട്രിപ്പ് ഭയങ്കര സാധനപ്പ. ഒരു സിംഗാരേക്ക് ആ റോട്ടിലില്ലേ, അതല്ല ആ റോട്ടിൽ ഇപ്പൊ എന്താ പറയണ ഈ ആരാ പറയണ ഈ ഡ്രൈവർമാരില്ലേ, ഇവരിപ്പോ മുതലാക്കിയിരിക്കാണ്. ഇതൊക്കെ ഈബിന്റെ കോട്ടേജസുകളാണ് കേട്ടോ. ആ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പുഴയാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ആദ്യമൊന്നും ഇതില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും ഇതിനൊക്കെ കഴിഞ്ഞിരുന്നു. ഇതിപ്പോൾ അത് പറ്റൂല. കണ്ടോ, നല്ല ശാന്തമായ ഒരു ഏരിയയാണ്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. വൈഫ് എനിക്ക് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാട്ടോ. ഒരു പിസ്ത ഫ്ലേവർ കേക്കാണത്. 1/2 kg ഉള്ളൂ, 1/2 kg കേക്കാണ്. അപ്പോൾ അവർ ഡിസൈന് നമ്മളൊരു ഡിസൈൻ തന്നെ തിന്നിട്ട് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതുപോലെ ചെയ്തു കൊടുത്തതാണ് കേട്ടോ. നമ്മളെ നൈബർ തന്നെയാണ്. നൈബർ എന്ന് പറഞ്ഞാൽ അത്ര അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവർ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്തതാണ്.